ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് സൺഡേ ആണ് കേട്ടോ. അപ്പം നമ്മൾ ഇന്നത്തെ ഡേയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ എൻ്റെ തമ്മനയിൽ കണ്ടപ്പോൾ തന്നെ നമ്മൾ ഇന്ന് ബ്രഹ്മയുഗം കാണാനായിട്ട് പോവാണ്. ആൻഡ് 3:20 ഷോ. അപ്പം ഇപ്പൊ വന്നിട്ട് 1:45. നമ്മളിപ്പോൾ ഇറങ്ങും വീട്ടിൽ നിന്ന്. ഭയങ്കര എക്സൈറ്റഡ് ആണ് മൂവി കാണാനായിട്ട്. മമ്മൂക്കയാണ് ഒബ്വിയസ്ലി. അത് മാത്രമല്ല ആദ്യമായിട്ട് ഒരു പടം ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ കാണുന്നത്. അപ്പം അതിൻ്റെയൊക്കെ എക്സൈറ്റ്മെന്റ് ഉണ്ട്. സോ ഡെഫിനറ്റ്ലി അവിടെ പോയിട്ട് മൂവി കണ്ടിട്ട് ഞാൻ റിവ്യൂ പറയുന്നതായിരിക്കും. ബൈ. ബൈ ദ വേ, എൻ്റെ ഔട്ട്ഫിറ്റ് കാണിക്കാൻ മറന്നു ഗൈസ്. ഇതാണ് എൻ്റെ ഒരു ടോപ്പും ആൻഡ് ഐ ഹാവ് ഗോട്ട് എ ജീൻസ്, ഒരു ബ്ലാക്ക് ജീനും ആണ് ഞാൻ ഇട്ടിരിക്കുന്നത്. സോ ദിസ് ഈസ് മൈ ഔട്ട്ഫിറ്റ്. ഞാനിതാ മൂവി കണ്ട് വീട്ടിൽ തിരിച്ചെത്തിയിരിക്കുകയാണ്. എന്താ പറയുക, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആക്ടിങ് വൈസ് ഒക്കെ മമ്മൂക്കൊക്കെ വേറെ ലെവൽ, അടിപൊളി ആക്ടിങ് ആയിരുന്നു. സിദ്ധാർത്ഥ് ഭരതൻ ആയിക്കോട്ടെ, അർജുൻ അശോകൻ. കഥ റിവോൾവ്സ് മെയിൻലി അറൌണ്ട് ദീസ് 3 ക്യാരക്ടേഴ്സ്. ഇവരെ ബേസ് ചെയ്തിട്ടാണ് കഥ പോകുന്നത്. അല്ലാതെ ഭയങ്കര ലിമിറ്റഡ് ക്യാരക്ടേഴ്സ്, വെറും 5 ക്യാരക്ടേഴ്സ് ഇതിലുള്ളൂ. ഇവര് 3 പേരെ പ്ലസ് മണികണ്ഠൻ ആചാര്യ ആൻഡ് അമൽഡ ലിസ് എന്ന് പറഞ്ഞ ലേഡിയെ കാണിക്കുന്നുണ്ടല്ലോ, അവരും ഉണ്ട്. പിന്നെ ലാസ്റ്റ് ഒരു 3-4 ബ്രിട്ടീഷുകാരെ കാണിക്കുന്നുണ്ട്. എന്താ പറയുക, അടിപൊളി സിനിമ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് ത്രൂ ഔട്ട് മൂവി. ആൻഡ് സിനിമാറ്റോഗ്രഫി ആയിക്കോട്ടെ, ഡിറക്ഷൻ ആയിക്കോട്ടെ, ഡയലോഗൊക്കെ അടിപൊളി ആയിട്ടുണ്ട്. ആൻഡ് ഫസ്റ്റ് ഹാഫ് എനിക്ക് പേഴ്സണലി കുറച്ച് ലാഗ് തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷെ സെക്കൻഡ് ഹാഫ് തൊട്ട് കഥ കഴിഞ്ഞത് അറിഞ്ഞില്ല കേട്ടോ, പെട്ടെന്ന് പോയി. മാത്രമല്ല സെക്കൻഡ് ഹാഫ് തുടങ്ങുമ്പോഴാണ് നമുക്ക് എന്താ പറയുക, ആ ഒരു സസ്പെൻസ് ബ്രേക്ക് ആവുന്നത്, മമ്മൂക്ക ആരാന്ന് അറിയുന്നതും ബാക്കി കാര്യങ്ങളൊക്കെ അറിയുന്നത്. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ, എല്ലാവരും ഈ സിനിമ തിയേറ്ററിൽ പോയി കാണണം എന്നുള്ളതാണ്. അതിൽ ഫസ്റ്റ്ലി പറയുകയാണെങ്കിൽ ത്രൂ ഔട്ട് ഈ പടം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. നമ്മൾ ഇതുവരെ ആരും ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടം തിയേറ്ററിൽ കണ്ടിട്ടില്ല. ആൻഡ് മാത്രമല്ല ഒരു ഡിഫറെൻ്റ് ഒരു സ്റ്റോറി ലൈനാണ് ഇത്. എപ്പോഴും കാണുന്ന പോലെ ഒരു എന്താ പറയുക, കോമഡി എൻ്റർടൈൻമെൻറ്റ് അങ്ങനെയുള്ളൊരു കഥയല്ല, ഒരു സീരിയസ് ജോണറിൽ കൂടെ പോകുന്ന ഒരു സ്റ്റോറിയാണ്. ആൻഡ് ലിറ്ററലി എനിക്ക് ഫീൽ ചെയ്തത് ആ മൂവി കാണുമ്പം ആ ഒരു എന്താ പറയുക, ആ ഒരു മനയുടെ ആ ഒരു കേജിൽ ഞാൻ അകപ്പെട്ട പോലെ എനിക്കൊരു ഫീൽ ഉണ്ടായിരുന്നു. അത് ഇനി എങ്ങനെ പുറത്തിറങ്ങുക, ത്രൂ ഔട്ട് ആ സിനിമ സ്റ്റാർട്ട് ചെയ്തിട്ട് കഴിയുന്നവരെ എനിക്ക് അതിൻ്റെ ഉള്ളിൽ പെട്ടൊരു ഫീലായിരുന്നു. അപ്പം നമ്മളെ അങ്ങനെ എന്താ പറയുക, ആ ഒരു ഇതിലേക്ക് പിടിച്ചിരുത്താൻ പറ്റുന്നുണ്ട് സ്ക്രിപ്റ്റിനും. അത് അടിപൊളിയായിട്ടുണ്ട്. സോ ദിസ് ഈസ് മൈ റിവ്യൂ ഓൺ ബ്രഹ്മയുഗം. ആൻഡ് ഐ ഹോപ്പ് യു ഓൾ വിൽ വാച്ച് ഇൻ തിയേറ്റർ. ആൻഡ് കോമന്റ് ബോക്സിൽ പറയൂ നിങ്ങൾക്ക് എന്താ, സിനിമ കണ്ടവരുണ്ടാവും, ഇപ്പോൾ ഓൾറെഡി കണ്ടവരുണ്ടെങ്കിൽ പറയൂ. ആൻഡ് കാണാത്തവരുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി പോയി കാണണം. ഉടൻ തന്നെ വീണ്ടും ഞാൻ വരുന്നതായിരിക്കും.